ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പൈസയൊക്കെയാണ് ഉമ്മാക്ക് ഗിഫ്റ്റും കാര്യങ്ങളും മേടിച്ചു കൊടുക്കുകയാണ്. അതും പിന്നെ ബർത്ത്ഡേക്ക് അല്ലാതെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷവും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ഇനി ഉമ്മാൻ്റെത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയണം. അങ്ങനെ രാവിലെ ഒരു 10 മണിയായ സമയത്തിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനോട്ടോ പോയത്. ഇസും ജുനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ വരിക. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ പോയി. അപ്പോൾ ഉച്ചൻ്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഗിഫ്റ്റും കാര്യങ്ങളും എന്നെ പ്രതീക്ഷിക്കും ആ ഒരു സമയത്ത്. പക്ഷെ അതിൻ്റെ മുന്നേ പോയി കഴിഞ്ഞാൽ എന്താ ഈ സമയത്ത് എന്നുള്ളത് ഉമ്മ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു 10-10:30 ആയപ്പത്തിന് ഞാൻ പോയി. അങ്ങനെ വീട്ടിലെത്തി. ഇമ്മ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിക്കണ്. കാണുമ്പോൾ തന്നെ അടിപൊളി. ഞാൻ വന്ന പാടെ ഉമ്മ ഫുഡ് കാണിച്ചു കേട്ടോ, എങ്ങനെയുണ്ട് നോക്കുക പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ പിന്നെ എൻ്റെ ഒന്നും പ്രതീക്ഷിക്കണില്ല. ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, സാധാ പോലെ അങ്ങനെ കഴിഞ്ഞ് പോകലാണ്. അപ്പം ഞാനപ്പം ഉമ്മാനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം, എൻ്റെ അടുത്തേക്ക് വാവ് കയറിയിട്ട് ഉമ്മാനെ കൊടുന്ന് ഇരുത്താൻ നിൽക്കാട്ടോ കസലിൽ. അപ്പം ഉമ്മ പ്രതീക്ഷിക്കാതെ അത് കണ്ടപ്പോഴുള്ളൊരിതാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇമ്മാൻ്റെ മുഖത്ത് സന്തോഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ഒരു ദിവസം എൻ്റെ അനിയന്മാരും ഒക്കെ ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദിവസം ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെ എൻ്റെ അനിയന് ദുബായിൽ നിന്ന് ഓനും പൈസ അയച്ച് തന്നിരുന്നു ഉമ്മക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടിൻ്റെ നടുവിലുള്ള അനിയന് ഓനും മേടിച്ച് കൊടുത്തിട്ട് ഓനെന്താ മേടിച്ച് കൊടുത്തു വെച്ചാൽ കേക്കും എൻ്റെ ബാക്കിയാണ്, പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ അനിയന് പൈസ എടുത്ത് ഫുഡിനുള്ളത്. തുറന്നിട്ട് നോക്കുമ്മ ഓരോന്നോരോന്ന്. രസല്ലേ? നീ നിർത്തിട്ട് നോക്കേ. രസല്ലേ? ഇതിന് കയ്യില്ലേ? ഇതൊക്കെ എടുത്തു. ഇതൊരു ലൈറ്റ് കളർ എടുത്തേ. അതിന് പോക്കറ്റൊക്കെ ഉണ്ട്. അല്ല, പോക്കറ്റ് ഉണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഉമ്മ മാക്സിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കട്ടോ. ഉമ്മക്ക് നല്ല സന്തോഷവും കാര്യങ്ങളുണ്ട്. ഈ ഒരു സന്തോഷം കാണാൻ തന്നെ കേട്ടോ. ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് ഉമ്മക്ക് ഇതേപോലെ ഒന്നും മേടിച്ചു കൊടുക്കാൻ കൂടിയിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും. ഇപ്പം തന്നെ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യല്, ഉമ്മക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ഈ ഒരു ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയ കാര്യമൊക്കെ ഉമ്മാനോട് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം ഇന്നെ പോലെ തന്നെ എൻ്റെ അമ്മക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തു. ഉമ്മയും ഹാപ്പിയായി. പിന്നെ അതേപോലെ തന്നെ ഉമ്മ ഓരോ മാക്സിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി പഴയ മാക്സികളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയതൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്, ചിലപ്പം അതൊക്കെ എടുത്തു വെക്കും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. പാവൻ്റെ അമ്മ എല്ലാ മാക്സി ഇട്ട് വെക്കുന്നുണ്ട്. രസല്ലേ മക? ഞാൻ നിക്ക് ചോദിക്കട്ടമ്മ, ഞാൻ കൊണ്ടുവന്ന് തോന്നിന്നോ? പിന്നെന്തേ കുട്ടി എന്താ പറഞ്ഞേ? ഞാനും ഹെസമോളും കൂടിയാണല്ലോ വന്നത്. അപ്പോൾ ഹെസമോളിനോട് ഞാൻ പറഞ്ഞു ഉമ്മാനോട് പറയരുത്, ഗിഫ്റ്റിൻ്റെ കാര്യമൊന്നും പറയരുതെന്ന്. പക്ഷെ അവള് ഗിഫ്റ്റ് എന്നിട്ട് പറഞ്ഞു തോന്നുന്നു. അപ്പം അമ്മക്ക് വല്ലാതെ ഇങ്ങനെ മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഗിഫ്റ്റ് എന്നോള് പറഞ്ഞു, ആർക്കാ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നല്ല മഴയും കാര്യങ്ങളായിരുന്നു.
ജുനും ഇസും വരിക കേട്ടോ. ഓല് രണ്ടാളും പിന്നെ അക്ഷയിലൊക്കെ പോവാണ്ടായിരുന്നു. അതൊക്കെ പോകലും കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു 2 മണിയായിക്കണോ തോന്നുന്നു ഓല് വന്നപ്പോൾ. അത്രയും ടൈം എടുത്തിട്ടാണ് ഓല് വന്നത്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന പാടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിൽ കഴിഞ്ഞിട്ട് ഈസും ജുനും ഹെസിയും പോയിട്ടോ. അവിടെ ഹനാൻ ഷാൻ്റെ അഥവാ ഞങ്ങളവിടെ ഹനാൻ ഷാൻ്റെ പരിപാടി ഉണ്ട് രാത്രി. അപ്പം അതിൻ്റെ പരിപാടിക്കൊക്കെ വേഗം ചെല്ലണം പറഞ്ഞിട്ട് അങ്ങനെ ജുനു പോയി. ചോദിച്ചിട്ടെ മുഖം കാണിച്ചേ. മുഖം ഇവിടെ എവിടെ ഇല്ലതാണ്. ഇതിപ്പോ എന്താ ഓന് ചോദിച്ചു. ഓന് അല്ല എന്താ ചോദിച്ചു വന്നിരിക്കുന്നത്? എന്താ അല്ല ഞാൻ എൻ്റെ അടുത്ത് ഓൻ്റെ നമ്പറൊക്കെ പോയി. അപ്പൊ അങ്ങനെ വന്നതാ. ഇപ്പൊ ഓന് ഓഫീസിലേക്ക് ഓനോട് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞുണ്ട്. വീണ്ടും മക്കുള്ള ഗിഫ്റ്റും കേക്കും കൊണ്ട് വന്ന് കേട്ടോ. ഇമ്മൊട്ടും കരുതിയിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഉമ്മ ഓരോ കാര്യം ഹാപ്പി ബർത്ത്ഡേ. ചില്ലിമ്മ സാരം അറിയില്ല. ഞാനും ഉമ്മയും അതേപോലെ അനിയനും ടി വിയും കണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇസും ജുനും ഹെസമോളും പോയിരുന്നു. നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂട്ടിമ്മയാണ് ഇങ്ങോട്ട് പോയി നിൽക്കണത്, ജുനു കാറിലാണ് പോയി നിൽക്കണത്. അപ്പോൾ തിരിച്ചു പോലെ കൊണ്ടുപോയി. ഞാൻ ഈ ഗിഫ്റ്റും കാര്യങ്ങളും ഏകദേശം ഒരു 4-4:30 മണിക്കാണ് കയ്യിൽ ഇങ്ങനെ കിട്ടിയത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മന്ദം വിട്ടിട്ട് നിൽക്കുന്നുണ്ട് കുറേ നേരം എന്താണെന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തന്നതെന്നൊന്നും ഉമ്മാക്ക് അറിയില്ല. അപ്പോൾ ആരാ തന്നതെന്ന് കേക്ക് കൊടുക്കുന്ന ആളെന്നെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കുട്ടികളെല്ലാവരും പാടെ തന്നതാണെന്ന്. അപ്പോൾ എന്തെങ്കിലും ഓലോട് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് ഒട്ടും ഇതിലിടക്കില്ല ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയാട്ടോ ചെയ്തത്. ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ മതി. ഉമ്മാൻ്റെ കരച്ചിൽ ഞാൻ ഒട്ടും കരുതിയിട്ടില്ല. ഇമ്മാൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്കും സങ്കടം വന്നിട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ അത്ര ഉള്ളു എടുത്തത്. പിന്നെ അങ്ങനെ ഓല് പോയ സമയത്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്. കേക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇമ്മ പറയുന്നുണ്ട് ഇസോനി ഹസനി എന്തിനെ പറഞ്ഞയച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഒന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓല ഇവിടെ പോകാൻ അയക്കൂല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, പക്ഷേ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടിമ്മ പോകുമ്പോൾ ഓലയും കൊണ്ട് ബുദ്ധിമുട്ടാക്കാരം വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെരുപ്പാട്ടോ അമ്മക്കുള്ളത്. ഞാനും അനിയനും പോയിട്ട് എടുത്തത്. സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ എടുത്തത്. പക്ഷെ എന്നാലും അമ്മക്ക് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ഇട്ട് നോക്കിയാലുള്ള അറിയാൻ പറ്റുന്നത്. തുറന്നോർത്തേനു അത് സ്ഥലേ ഓക്കെ. ഇനി മറ്റേതും അനിയന് ഉമ്മാക്ക് പറത്ത മേടിച്ചു കൊടുക്കാനാട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ പറയേ ഉമ്മാക്ക് പറത്ത വേണ്ട, മാക്സിയാണ് ഇപ്പോൾ കാര്യമായിട്ട് വേണ്ടത്, അത് മതി പറയേ. അതുകൊണ്ട് തന്നെ 3 മാക്സി ആട്ടോ ഇതിലും. പിന്നെ ഇമ്മാൻ്റെ വിചാരം ചുരിദാറാണെന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഉമ്മക്ക് ഇനി ചുരിദാർ ഇട്ടാൽ മതി, പറത്ത വേണ്ടെന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ. അപ്പം പറയുന്നുണ്ട് ചിലപ്പോൾ ചുരിദാറാക്കാരെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ മാക്സിയാണ്. ഇമ്മാൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ചുരിദാറാട്ടോ. കാരണം ഉമ്മാൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ടീച്ചറും മാഷന്മാരൊക്കെ ആയിക്കണം. അന്ന് പഠിച്ചത്. പിന്നെ ഉമ്മ പ്രീ ഡിഗ്രി
പോയിക്കണ്. പക്ഷേ അന്നത്തെ കാലത്തെ പക്ഷെ ഉമ്മാക്ക് പഠിച്ചാനൊന്നും പറ്റാത്ത ഇടങ്ങാറ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഓലൊക്കെ ടീച്ചറും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇതിൽ നടത്തും. എപ്പോഴും എന്താണ് അപ്പോൾ ഞങ്ങൾ പറയും എന്താ ഉമ്മാക്ക് ഉമ്മാൻ്റെ ഒപ്പമുള്ള ആൾക്കാരാണ്. പിന്നെ ഓരോ ജോലിയും കാര്യങ്ങളും അതേപോലെ ചുരിദാറൊക്കെ ഇട്ടെടുക്കണം, ചുരിദാർ എടുക്കാന്നൊക്കെ അങ്ങനെ പറയും. പക്ഷെ ഉമ്മ അയക്കലില്ല. പക്ഷെ ഇനി അങ്ങനെ മേടിച്ചു കൊടുക്കണം. രസല്ലേ? നല്ല സലവാ. ഞാൻ അങ്ങനെ നിർത്തിട്ടില്ല ഇതിനിടയ്ക്ക്. രസല്ലേവാ? ആദ്യമായിട്ടല്ലേ ഈ 6 കിട്ടിയില്ലേ? അനിയനോട് ഞാൻ പറയേ പറത്ത വേണ്ട, നീ മാക്സി മതി എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ചെരുപ്പും കാര്യങ്ങളും മേടിച്ചു. പിന്നെ 2 ഷാളും മേടിച്ചിട്ടോ. എന്നാൽ പുറത്തേക്ക് ഇടാൻ വിചാരിച്ചിട്ട്. പിന്നെ മാക്സിക്ക് ഇപ്പോൾ സാധാ വീട്ടിൽ ഇടുന്ന ഷാള് ഇഷ്ടംപോലെ ഉണ്ട്. എന്താ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എൻ്റെ നമ്പറൊക്കെ ചോദിച്ചു വരിക. നിങ്ങൾ രണ്ടാളും തീരുമാനം ഇട്ടിക്കാണ് ആദ്യം വിചാരിക്കേണ്ടതൊന്നും. അനിയന് വിളിക്കാട്ടോ, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് ഞാൻ പേടിച്ചു. എന്താണ് ഇങ്ങനെ ഉമ്മ നല്ല പേടിച്ചിരിക്കണം സത്യത്തില്. കേക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ആരാ എന്താണെന്നൊന്നും അറിയണില്ലല്ലോ. സാലിൻ്റെ ഇവൻ്റെ നമ്പർ ചോദിച്ചിട്ടാണ് വന്നിക്കണത്. അപ്പോൾ ഏതിനാ പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ഉമ്മ വാതിലടക്കാൻ വരെ നിന്ന്. കാരണം എന്താണ് ഓനെ ചോദിച്ച് വന്നു, ഓക്കെ. പക്ഷെ നമ്പറും കാര്യങ്ങളും ചോദിച്ചിട്ടാണ്. കാരണം ഫേസും മാസ്ക് ഇട്ടിരുന്നു വന്നാൾ, അവൻ കേക്ക് കൊണ്ട് വന്നാൾ. അപ്പോൾ എന്താണ് അപ്പം അമ്മ പേടിച്ചിരിക്കണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ എന്താണ് സ്ഥലവും കാര്യങ്ങളും ചോദിച്ചു. പിന്നെ അതേപോലെ എന്തിനാ നമ്പർ, എന്താണ് എവിടെ പഠിച്ചത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം അമ്മ ഓനോട് പറഞ്ഞോളാം നമ്പർ എന്നിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓനോട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കണം അമ്മ. അപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനാണ് ഇനി അടുത്ത് ഞങ്ങൾ നിൽക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇസും ഹെസമോളും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇടങ്ങേറി എനിക്കും ആ ഒരു സമയത്ത് തോന്നി. കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിന്നപ്പോൾ ഇത്ര ഞാനും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മഴ കാരണമാണ് ഓല് പോയത്. കാരണം ഞാൻ സ്കൂട്ടി കൊണ്ടാണ് വന്നിരിക്കണത്. പിന്നെ മഴ കാരണമാണല്ലോ ഇനി തിരിച്ചു പോണ സമയത്ത് നല്ല ബുദ്ധിമുട്ടാക്കാരം. അപ്പം അതുകൊണ്ട് എനിക്കിനി ഒരു കേക്ക് കട്ടിയാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാക്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണണം. എന്നിട്ട് വേണം എനിക്ക് പോവാൻ കേട്ടോ. ഞങ്ങളവിടെ നിന്നൊരു പരിപാടി ഉണ്ട് പറഞ്ഞല്ലോ ഹനാൻഷൻ്റെ. അപ്പോൾ അത് വൈകിട്ടാണ്. ആ സമയമാകുമ്പോഴത്തേന് എനിക്ക് പോകണം. അങ്ങനെ ആദ്യമായിട്ട് ഉമ്മാൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചിട്ടോ ചെറിയ രീതിയിൽ. ഉമ്മാക്ക് സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ഇഷ്ടമോ കാര്യങ്ങളൊന്നും ഇതിനോട് വല്ല താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ഇഷ്ടം കൊണ്ടാണ് ഉമ്മ നിന്നിരുന്നത്. അനിയത്തിനോട് ഞങ്ങൾ ചോദിക്കുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി, പിന്നെ ഉമ്മാക്ക് ഗിഫ്റ്റും കാര്യങ്ങളും സർപ്രൈസായിട്ട് കൊടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓളും ഇതേപോലെ ഓൾക്കൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ 4 ആളും ഇങ്ങനെ കൊടുക്കണത് ഓൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങളെക്കാട്ടിലും മുന്നേ നീച്ച സമയത്ത് രാവിലെ ഉമ്മ നീച്ച സമയത്ത് ഓളാണ് വിഷ് ചെയ്തിട്ട് ഉമ്മാക്ക് മിഠായി ഒന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മാക്സിയും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഇട്ട് നോക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എൻ്റെ അമ്മ ഹാപ്പി ആട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നു ഒരിക്കലും വിചാരിക്കാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഉമ്മാക്ക് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഉമ്മാക്ക് ആയുസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ആരോഗ്യത്തോടെ ഉള്ള ആയുസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ അങ്ങനെ പോകുന്നു കേട്ടോ. അനിയത്തിയൊക്കെ ഉണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന്. അപ്പം അങ്ങനെ പിന്നെ പോന്നു കേട്ടോ. പിന്നെ ഞാൻ പോവാട്ടോ. മന നോക്കണ്ടു ഞാൻ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോരുന്ന അവസ്ഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6 മണിക്കാട്ടോ. 6:30ക്ക് ജൂന് ഇവിടെ എത്താൻ പറഞ്ഞു ഈ പരിപാടിക്ക് കൂടാൻ വേണ്ടിയിട്ട്.
ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതും മഴ പെയ്യലും ഒപ്പാട്ടോ. ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് റോട്ടിൽ കൂടെ പോയിരുന്ന സമയത്ത് മുഴുവൻ ഞാൻ മഴയും കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അത്രയും നല്ല ശക്തിയിൽ മഴ പെയ്യാട്ടോ. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും നിർത്തി ടൈം കളയാൻ, കാരണം ഇവിടെ 6:30 ആകുമ്പത്തിന് പരിപാടി തുടങ്ങുമെന്നും പറഞ്ഞു. അങ്ങനെ ഇനി മുഴുവൻ മഴയും കൊണ്ട് നല്ല മഴയെന്ന് കേട്ടോ. റോഡൊന്നും കാണാത്ത വിധത്തിൽ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. പിന്നെ അവിടെ നിന്ന് വീട്ടിലെത്തിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് പിന്നെ ഫ്രഷ് ആയിട്ട് പരിപാടിക്ക് പോകുന്നു കേട്ടോ. ഹനാൻ ഷാ അതേപോലെ ഷാഫി ഇവരെ രണ്ടാളെയും തന്നെ ഓളി ഞാനിതിൽ അറിയാന്ന് പറഞ്ഞ പോലെ പാട്ടൊക്കെ കേൾക്കുക, അത്ര തന്നെ ഉള്ളൂ. ഈ പരിപാടിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പരിപാടി കാണാതിരുന്നാൽ അതും നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെയും ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു പരിപാടി തുടങ്ങിയതും മഴ ചെറിയ രീതിയിൽ നിന്ന്, അതിൻ്റെ മുന്നേ ഞാൻ എത്തണ വരെ, അഥവാ ഞാൻ വീട്ടിലെത്തണ വരെ നല്ല മഴയായിരുന്നു. പക്ഷേ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് പിന്നെ ചെറിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നത്. ഈ ഒരു പരിപാടി 12 മണി വരെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം വരെ ഞങ്ങളിരുന്നു. പിന്നെ നല്ല പരിപാടിയായിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. ഞങ്ങളെല്ലാവരും പാടെ അമ്മക്ക് സർപ്രൈസായിട്ട് കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കൊണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ.